ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വരും, നാളെ വരും, മറ്റന്നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു പ്രാവിൻ കൂട് ഷാപ്പ്. പക്ഷേ ഇന്നോ നാളെയും മറ്റന്നാളെന്ന് മാത്രമല്ല, കാലങ്ങളോളം അവിടെ കടന്നു. അവരുടെ മുതലാളിമാരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരുന്നു, സിനിമ ഈ പ്രാവിൻ കൂട് സിനിമയുടെ മുതലാളിമാരെ. ആൻഡ് ഫൈനലി ട്രെയിലർ 5 മിനിറ്റ് ആയിട്ടുള്ളൂ. പ്രാവിൻ കൂട് ഷാപ്പ് ഒഫീഷ്യൽ ട്രെയിലർ. ശ്രീരാജ് ശ്രീനിവാസൻ, സൗബിൻ ഷാഹിർ, ബേസിൽ ജോസഫ്. നല്ല സിനിമയായിരിക്കുന്നു കുറെ കാലം കണ്ട് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വൻ പ്രതീക്ഷയാണ് സിനിമയിലുള്ളത്. ലെറ്റ്സ് വാച്ച്. അന്നാ ഷാപ്പില് ആദ്യം എന്താ കണ്ടത്? ഇങ്ങനെയൊക്കെ രാത്രി ഷാപ്പ് അടച്ചു കൂട്ടി അകത്ത് 11 പേര് ഇരുന്ന് കള്ളു കുടിക്കുന്നു, ചീട്ടുകളി. കള്ളൂടി ചിട്ടുകളി, കള്ളൂടി ചിട്ടുകളി, കള്ളൂടി ചിട്ടുകളി. 2 ഡോറിലൂടെയും കഴിഞ്ഞ 4 മണിക്കൂറായി ആരും അകത്തേക്ക് വന്നിട്ടില്ല. വന്നിരുന്നെങ്കിൽ മഴയുള്ളതുകൊണ്ട് കാലിലെ ചെളി കണ്ടേ. മഴ നിങ്ങൾ ചീട്ട് കളിക്കിടെ അസാധാരണമായിട്ട് എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? അടിയിൽ ട്രൗസർ ഇട്ടുണ്ടായിരുന്നു. സാധാരണ അയാൾ അടിയിലൊന്നും ഇടാറില്ല. അതല്ലടോ, ആത്മഹത്യൊന്നും ചെയ്യുന്നില്ല. കൊലപാതകവും. ഇത്ര സുന്ദരിയായിട്ടുള്ള മെറിന്റെ തന്നെ എങ്ങനെയാ പ്രേമിച്ചേ? ഇത് പണ്ടത്തെ ആൾക്കാർ പറയില്ലേ, പ്രേമത്തില് കണ്ണുമൂക്കൊന്നുമില്ല. അതീപ്പെടുന്ന ഒന്നാണ് സാറേ. നീ എന്തിനാ എന്റെ ഭാര്യ നോക്കണം? അവസാനം ഷാപ്പിന്റെ മുതലാളിയെ തന്നെ ഷാപ്പിന്റെ ഒത്ത നടക്ക് പാരച്ചൂട്ട് ഇറക്കിയെങ്കിൽ നിങ്ങളിൽ ഒരാളായിരിക്കും കില്ലർ. എന്തിനപ്പോ ബാബു പാരച്ചൂട്ടിലിറങ്ങിയേ? സാറിന്റെ മനസ്സിൽ അലട്ടുന്നൊരു കാര്യമില്ല, ആരോടും പറയാത്ത രഹസ്യം. ആളുകളുടെ നടുവിൽ ഇങ്ങനെ ഒരു മേർഡർ, അത് സൂസൈഡ് ആക്കി തീർക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മേർഡർ എനിക്ക് ചെയ്യാൻ പറ്റും, ആർക്കും എന്നെ പിടിക്കാൻ കഴിയില്ല എന്നൊരു നാർസിസിസ്റ്റിന്റെ വെല്ലുവിളിയാണ്. ബോളിവുഡ് മൂടുണ്ടല്ലോ. ഒരാവേശത്തിന് എന്റെ അമ്മോ, സൂപ്പർ ട്രെയിലർ. എന്താ രസം കണ്ടിരിക്കാൻ. 2 മിനിറ്റ് ട്രെയിലറൊക്കെ കുറെ കാലമായിട്ട് ഇത്തരത്തിലൊരു എന്താ പറയാ, വളരെ രസകരമായിട്ടുള്ള എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം. ഇതില് തമാശയുണ്ട്, കോമഡി, ചില പ്രസന്റേഷനിലുണ്ട്, ഡയലോഗ്സിലുണ്ട്, ബേസിന്റെ പെർഫോമൻസിലുണ്ട്, എന്തോ ഒരു നിഗൂഢത ഉണ്ട്, ഐ മീൻ മിസ്റ്ററി, ആ സാധനങ്ങളുണ്ട്, സസ്പെൻസ് ഉണ്ട്, ത്രില്ലർ ഉണ്ട്, ഭയങ്കര സാധനം, എല്ലാം കൂടി കുഴഞ്ഞിട്ടുള്ള ഒരു സാധനം. ആൻഡ് എനിക്ക് സൗബിന്റെ ഡയലോഗ് ഡെലിവറി ഭയങ്കര ഇഷ്ടമായി. ഓഫ്കോഴ്സ് പുള്ളിക്കാരൻ എല്ലാ സിനിമയിലും നല്ല രസമായിട്ടാണ് ഡയലോഗ് പറയാറുള്ളത്. പക്ഷെ ഇതിൽ കുറച്ചുകൂടി ഈ പ്രേമത്തിന് കണ്ണു മൂക്കുന്നു ഇല്ലെന്ന് പറയാറില്ല, ഇത് അതിൽ വെട്ടാണെന്നൊക്കെ പറയണതും, പിന്നെ പുള്ളി ആ കാലിനെന്തോ കുഴപ്പമില്ല നടക്കണതും, പിന്നെ കണ്ണാടി വെച്ചിട്ട് മറ്റേ ചീട്ട് കളിക്കാതിരിക്കുന്ന സാധനം, എല്ലാം ആ നരേഷൻ തന്നെ, ബേസിലിന്റെ നരേഷൻ അത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. തുടക്കം മുതൽ അവസാനം വരെ ബേസിലിന്റെ ആ നരേഷനിലൂടെയാണ് പോകുന്നത്. ആ നരേഷൻ ഭയങ്കര രസമുണ്ട്. അതിൽ ആ നിഗൂഢത കറക്റ്റ് ഫീൽ ചെയ്യും. അതിനോടൊപ്പം ബേസിലിന്റെ ആ ക്യാരക്ടറിന്റെ രസകരമായിട്ടുള്ള ചില സാധനങ്ങളുണ്ടല്ലോ, അത് കുറച്ച് കോമഡി പറയണതും പെട്ടെന്ന് ബേക്കുന്ന ഒരാൾ അയ്യോ എറിഞ്ഞിട്ടതും, അങ്ങനെ തുടങ്ങിയുള്ള കുറെ സാധനങ്ങൾ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ വേണം പറയാൻ, നമ്മൾ വേറൊന്നും അതിൽ പറയാനില്ല, അത്ര ഇഷ്ടമായി. നല്ലൊരു, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതൊരു മുതലാണ് മോനെ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന പോലത്തെ ഒരു സാധനമായിട്ടാണ് എനിക്ക് പ്രാവിൻ കൂട് ഷാപ്പ് ഫീൽ ചെയ്യുന്നത്. കുറെ മുമ്പ് ഈ പടം ഇറങ്ങണം എന്ന് പറഞ്ഞ് കുറെ ഇത് വരെയും, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫെയറിലാൻഡ് സിനിമാസ് ഇവിടെ നിലമ്പൂർ, ഞങ്ങൾ കൂടുതലും സിനിമകൾ കാണുന്ന ഒരു തിയേറ്ററാണ്. അതല്ലാതെ സിനിമ തിയേറ്ററിലും കാണാറുണ്ട്, പക്ഷെ കൂടുതലും കാണാറുള്ള ഒരു 70-80% സിനിമ കാണാറുള്ളത് അവിടെ നിന്നാണ്. അപ്പൊ അവിടുത്തെ ആപ്പ് നമ്മുടെ അടുത്തുണ്ടല്ലോ, ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആപ്പിൽ എപ്പോഴും ഈ ഇതിങ്ങനെ വന്നു ബുക്കിങ്ങിന്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ അപ്കമിങ് മൂവീസിൽ വന്ന് കിടക്കും, വീണ്ടും അത് എടുത്തു മാറ്റും, വീണ്ടും വരും, വീണ്ടും എടുത്തു മാറ്റും, വീണ്ടും വരും, അങ്ങനെ പോയി ഇപ്പോഴും അത് അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഡേറ്റ് ഇവര് അനൗൺസ് ചെയ്യാതെയും ഇതെന്താവുന്ന അറിയാതെയൊക്കെ ഇങ്ങനെ നീണ്ടു പോയ സിനിമയാണ് ഫൈനലി ഇവരിങ്ങനെ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന രീതിയിൽ വന്നിട്ടുള്ളത്. ഇപ്രാവശ്യവും അപ്കമിങ് മൂവി ലിസ്റ്റിൽ ഈ പടം കിടക്കുന്നുണ്ട്. വൺ ഓഫ് ദി, എന്താ പറയാ, നമുക്ക് ഏത് രീതിയിൽ പറയാം, അത്രയും എക്സൈറ്റ്മെന്റോട് കൂടി കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് ഈ പ്രാവിൻ കൂട് ഷാപ്പ്. കാരണം അൻവർ റഷീദ് പ്രൊഡക്ഷൻ, അതുപോലെ ഷൈജു ഖാലിദ്, ഓഫ് കോഴ്സ് അത് പുള്ളീന്റെ ക്യാമറയും പുള്ളീന്റെ ഫ്രെയിംസിനും ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവാറുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ബേസിലിന്റെ ഇപ്പോഴത്തെ റേഞ്ച് എന്ന് പറയുന്നത്
വൻ റേഞ്ചാണ്. ഒരു പക്ഷെ അന്ന് സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ, കുറെ മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിൽ, ഇപ്പൊ നമ്മൾ പറയും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കാലവും സമയവും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ, ഇപ്പൊ അത് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാർഡം എന്ന് വെക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല, എന്നാൽ അതിന്റെ ഫെയിം ഒരു പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ഉപകാരപ്പെട്ടേക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ലാസ്റ്റ് വന്നിട്ടുള്ള സിനിമയൊക്കെ എന്ത് ജാതി സിനിമയാണ്. സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമയിൽ ബേസിലിന്റെ അടുത്ത് അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അത്ര ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്, അത്ര സീരിയസ്നെസ്, അത്ര മിസ്റ്ററി കൈകാര്യം ചെയ്യുന്ന വിധാണെങ്കിലും ഓരോ നോട്ടത്തിലും സംസാരത്തിലും എല്ലാത്തിലും പുള്ളിക്കാരന്റെ ഒരു കൊമേഡിയൻ എന്നുള്ള സാധനം കൂടുതലും അങ്ങനെയാണല്ലോ, കുറച്ചൊരു കൊമേഡിയൻ ആയിട്ടുള്ള തരം അങ്ങനത്തെ റോളുകളാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം എത്ര സിമ്പിൾ ആയിട്ടാണ് പുള്ളി കൈകാര്യം ചെയ്തതാണ്. അത്തരത്തിൽ ഈ ഒരു പോലീസ് കഥാപാത്രം, പോലീസ് എന്ന് പറയുമ്പോൾ ബേസിൽ ഹൈറ്റ് മറ്റേ അതൊന്നും നമ്മൾ അഭിനയം കൊണ്ട് ഇതിനൊക്കെ മറികടക്കുന്നു എന്നുള്ളതാണ്. പണ്ട് ശ്രീനിവാസനൊക്കെ പോലീസായിട്ട് വരുന്ന സമയത്ത് ഇയാളെ ഹൈറ്റിൽ കോമഡി ആയിട്ടാണ് കൂടുതലും ചെയ്തിരുന്നത്. അതുകൊണ്ട് അത് നമുക്ക് പോട്ടെ. ഇനിയിപ്പോ ബേസിലിന്റെ കാര്യത്തിൽ പെർഫോമൻസ് വൈസ് ഇവരുടെ മറ്റുള്ള എല്ലാ തോന്നലുകളെയും, ഒരു പോലീസുകാരൻ നല്ല ഒത്ത തട്ടിക്കണം, നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട്, സൂപ്പർ ആളാവണം, ആ മൈൻഡിനൊക്കെ തമാശ കൊണ്ടും കൗണ്ടർ കൊണ്ടും പെർഫോമൻസ് കൊണ്ടും മുഖഭാവങ്ങൾ കൊണ്ടും ഒക്കെ പുള്ളിക്കാരന് ഇത് കവർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഗംഭീര സിനിമയാകട്ടെ. ഇതിന്റെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ഇതിന്റെ വിഷ്വൽസ് ഭയങ്കര രസമുണ്ട് കാണാൻ. ഓരോ വിഷ്വലും നായിക അവസാനം വന്ന് നോക്കുന്ന സമയത്ത് ഒരു സംഭവം അവിടെ വന്നിട്ട് കല്ലെടുത്ത് എറിയണത്, അതുപോലെ വെറുതെ രസത്തിന് അങ്ങനെ എന്തോ ഒരാൾ പറയേണ്ടതില്, അത് എനിക്ക് ആ ക്യാരക്ടർ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിലെ മറ്റേ ചൊറിയൻ ഇത് ഇട്ടുകൊടുക്കുമല്ലോ ജട്ടിക്കുള്ളിൽ, അത് ജട്ടിക്കുള്ളിൽ ചുന്ദരൻ എന്ന് പറഞ്ഞ പോലെ അതിന്റെ ഉള്ളിലേക്ക് ചൊറിയൻ ഇട്ടുകൊടുക്കുന്ന ആളുണ്ടല്ലോ, മറ്റേ കൊട്ടിപ്പാടണ പുള്ളിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അത്തരത്തിലൊരു കഥാപാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ സ്റ്റേഷനിൽ നല്ല രസമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഒരു പക്ഷേ പുള്ളിക്കാരത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലാതെ ചില നൈറ്റ് ഷോട്ട്സ്, ഈ പറഞ്ഞ പോലെ കുറേ സാധനങ്ങൾ നൈറ്റുള്ളതും, അതുപോലെ കെട്ടിത്തൂക്കണ സാധനം, കുറെ മുകളിൽ നിന്നുള്ള ചില ആംഗിൾസ്, സൈഡിൽ നിന്നുള്ള ചില ആംഗിൾസ്, ലോ ആംഗിൾ എന്ന് വെച്ചിട്ടുള്ള ചില ഫ്രെയിംസ് ഒക്കെ ഭയങ്കര നമുക്കൊരു ഒരു പുതുമ ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ സിനിമ മുഴുവൻ ഇത്തരത്തിൽ ഇങ്ങനെ പല പല രസമായിട്ടുള്ള ഷോട്ട്സിലൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ എൻഗേജ് നിർത്താൻ ഇതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട. അപ്പോൾ ഇതൊരു ഗംഭീരമായ സിനിമയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം നല്ല സിനിമയായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉണ്ടാവും. അവർ നന്നാവട്ടെ എന്നുള്ളതിൽ കൂടുതൽ ഈ സിനിമ കാണാൻ പോകുന്ന ആളുകൾ തിയേറ്ററിൽ പോകുന്നത് ഇവനൊന്ന് പച്ച പിടിച്ചോട്ടെ, അല്ലെങ്കിൽ ഇവന്റെ സിനിമ ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ, നമുക്ക് എൻജോയ് ചെയ്യാനാണ്. അത്തരത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ നല്ല സിനിമകൾ വരണം. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു നല്ല സിനിമയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സോ നിങ്ങളുടെ തോട്ട്സ് എന്തൊക്കെയാണ് ഈ സിനിമയെ കുറിച്ചുള്ളത് എന്നുള്ളത്, നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്.